എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് എന്ന് പറയുന്നത്. അത് കളിക്കാനാണെങ്കിലും ആസ്വദിക്കാനാണെങ്കിലും. അതൊരു വ്യക്തിയോടുള്ള പ്രണയമോ അല്ലെങ്കിൽ ഒരു ടീമിനോടുള്ള സ്നേഹമോ അതിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. മറിച്ച് ഇങ്ങനെയുള്ള നല്ല നല്ല മൊമെന്റ്സ്, വിരാട് കോഹ്ലി പോലെ, ലയണൽ മെസ്സി പോലെ, ഹാരി കെയ്നിന്റെ ജീവിതം പോലെ. വിരാട് കോഹ്ലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം 18 വർഷമായിട്ട് IPL RCB എന്ന് പറയുന്ന ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുകയാണ്. വേറൊരു താരവും ഇങ്ങനെ മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ഒരുപാട് ഇൻഡിവിജ്വൽ അവാർഡുകൾ നേടുന്നുണ്ട്, ഒരുപാട് ടീം ട്രോഫികൾ നേടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു റെഡ് മാർക്ക് തന്നെയായിരുന്നു ഒരു IPL ട്രോഫി ഇല്ലാത്തത്. തന്റെ 18ാം സീസണിലാണ് വിരാട് കോഹ്ലി ആദ്യമായിട്ട് IPL ട്രോഫിയിൽ മുത്തമിടുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലേ? സോ ഇങ്ങനെയുള്ള നല്ല നല്ല മൊമെന്റ്സ് എപ്പോഴും എനിക്ക് സ്പോർട്സ് നൽകാറുണ്ട്. ഇങ്ങനെയുള്ള നല്ല മെസ്സേജുകൾ എപ്പോഴും എനിക്ക് സ്പോർട്സ് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും സ്പോർട്സിനെ ചേർത്ത് പിടിക്കാറുള്ളത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് താഴ്ചകൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് തോൽവികൾ ഒക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ എഫേർട്ട് ആത്മാർത്ഥമാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല മൊമെന്റ്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് എത്തിപ്പെടും എന്നൊരു മെസ്സേജാണ് എപ്പോഴും എനിക്ക് സ്പോർട്സ് നൽകാറുള്ളത്. അത് തന്നെയാണ് എപ്പോഴും എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല ദിവസങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇറ്റ്സ് ഓൾ അബൌട്ട് ടൈം. ഡെഫിനറ്റ്ലി ഇറ്റ് ചേഞ്ചസ് അല്ലേ?